indeed to receive here at this blessed cathedral and at our patriarchate, our beloved Mardianosius മെത്രാപ്പൊലീത്താമാർ ഞങ്ങളോടൊത്ത് എല്ലാ സ്ഥലങ്ങളിലും വരികയും ഖബറുകൾ, വൈവിധ്യമാർന്ന പള്ളികൾ, പരിശുദ്ധാത്മാവിന്റെ വരം ലഭിച്ചതിന് ശേഷം ക്രിസ്തുവിന്റെ പ്രധാന ശിഷ്യനും ശ്ലീഹാന്മാരുടെ തലവനുമായ വിശുദ്ധ പത്രോസ് ശ്ലീഹ ക്രിസ്തുവർഷം 37-ാം ആണ്ട് ഇന്ന് ടർക്കിയിൽ സ്ഥിതി ചെയ്യുന്ന അന്ത്യോഖ്യയിലേക്ക് പോവുകയും അവിടെ ഒരു ക്രൈസ്തവ സഭാ ഭരണകേന്ദ്രം അഥവാ ശ്ലൈഹിക സിംഹാസനം സ്ഥാപിക്കുകയും ചെയ്തു. ഇവിടെ വെച്ചാണ് ക്രിസ്തുവിന്റെ അനുയായികൾക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേര് ലഭിച്ചത്. ക്രിസ്തുവർഷം 60 വിശുദ്ധ ഏവദ്യോസിനെയും തീക്കടുത്ത വിശുദ്ധ ഇഗ്നാത്യോസിനെയും അന്ത്യോഖ്യയിൽ പാത്രിയാർക്കീസ്മാരായി വാഴിച്ചതിനു ശേഷം വിശുദ്ധ പത്രോസ് ശ്ലീഹ റോമിലേക്കുള്ള തന്റെ ശ്ലൈഹിക പര്യടനം ആരംഭിച്ചു. വിശുദ്ധ പത്രോസ് ശ്ലീഹ സ്ഥാപിച്ച അന്ത്യോഖ്യ സിംഹാസനം പിൽക്കാലത്ത് സംജാതമായ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പല ദയറകൾ ഉൾപ്പെടെ ടർക്കിയിലെ മർദീനടുത്തുള്ള പ്രശസ്തമായ കുർക്കുമ ദയറയിലേക്കും അവിടെ നിന്നും സിറിയയിലെ ഹോംസിലേക്കും പിന്നീട് സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലേക്കും മാറ്റി സ്ഥാപിക്കപ്പെട്ടു. കൊടുങ്ങല്ലൂർ തുറമുഖത്ത് വന്നിറങ്ങിയ മാർ തോമസ് ശ്ലീഹയാണ് ഇന്ത്യയിൽ ആദ്യമായി ക്രിസ്തുവിന്റെ സുവിശേഷം പ്രചരിപ്പിച്ചതും തുടർന്ന് അനേകർ ക്രിസ്തുമാർഗം സ്വീകരിച്ചതും. ക്രിസ്തുവർഷം 345-ാം ആണ്ട് അന്ത്യോഖ്യയിലെ പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയുടെ കൽപ്പന പ്രകാരം സിറിയയിലെ ഉറഹ അഥവാ എഡേസായിൽ നിന്ന് ഗ്നായി തോമയുടെ നേതൃത്വത്തിൽ 72 സിറിയൻ ക്രിസ്തീയ കുടുംബങ്ങളും വൈദികരും കപ്പൽ മാർഗം കൊടുങ്ങല്ലൂരെത്തി കുടിയേറി പാർത്തു. ക്രിസ്തുവർഷം 822-ൽ മാർ സാബോർ, മാർ അഫ്രോത്ത് എന്നീ പിതാക്കന്മാർ അന്ത്യോഖ്യയിൽ നിന്ന് പുറപ്പെട്ട് കൊല്ലത്ത് കപ്പലിറങ്ങി മലങ്കരയിൽ പല പള്ളികളും സ്ഥാപിച്ചു. ക്രിസ്തുവർഷം 1599-ൽ പോർച്ചുഗീസുകാരുടെ കാലത്ത് ഉദയംപേരൂർ പള്ളിയിൽ വെച്ച് കൂടിയ സുന്നഹദോസിൽ ഏതാനും സുറിയാനി ക്രിസ്ത്യാനികൾക്ക് ലത്തീൻ വിശ്വാസം സ്വീകരിക്കേണ്ടി വന്നു. സുറിയാനി ക്രിസ്ത്യാനികളുടെ നേതൃത്വം വഹിച്ചിരുന്ന അർക്കദിയാക്കോനെ സ്വാധീനിച്ച് വിദേശത്തു നിന്നും വന്ന ബിഷപ്പ് മെനസസിന്റെ നേതൃത്വമാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിന് വഴിയൊരുക്കിയത്. ക്രിസ്തുവർഷം 1653-ൽ അന്ത്യോഖ്യയിൽ നിന്നും മലങ്കരയിലെത്തിയ പരിശുദ്ധ അഹത്തുള്ള ബാവയെ പോർച്ചുഗീസുകാർ കൊച്ചിക്കോട്ടയിൽ ബന്ധനസ്ഥനാക്കി എന്ന വാർത്തയെ തുടർന്ന് 1/4 ലക്ഷത്തോളം വരുന്ന സുറിയാനി ക്രിസ്ത്യാനികൾ മട്ടാഞ്ചേരി പള്ളിയിൽ ഇട്ടിത്തൊമ്മൻ കത്തനാരുടെ നേതൃത്വത്തിൽ ഒന്നിച്ചുകൂടി ജീവൻ ബലികഴിക്കേണ്ടി വന്നാലും തങ്ങളും തങ്ങളുടെ സന്തതി പരമ്പരകളും എക്കാലവും പരിശുദ്ധ അന്ത്യോഖ്യ സിംഹാസനത്തിന് കീഴിലായിരിക്കുമെന്നും ലത്തീൻ വിശ്വാസം സ്വീകരിക്കുകയില്ലെന്നും പിൽക്കാലത്ത് കൂനൻ കുരിശ് എന്ന നാമത്തിൽ സുപ്രസിദ്ധമായി തീർന്ന കുരിശിൽ ആലാത്ത് കെട്ടി അതിന്മേൽ പിടിച്ച് ഏറ്റുപറഞ്ഞ് സത്യം ചെയ്തതാണ് ചരിത്രപ്രസിദ്ധമായി തീർന്ന കൂനൻ കുരിശ് സത്യം. തുടർന്ന് മലങ്കരയിൽ ലത്തീൻ വിശ്വാസികളും അന്ത്യോഖ്യ വിശ്വാസികളും തമ്മിൽ ഭിന്നതകൾ ഉടലെടുത്തെങ്കിലും ദൈവനിയോഗപ്രകാരം ഉളവായ പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ അവരവർ ഭൂരിപക്ഷമുള്ള പള്ളികൾ
അവരവർ ഏറ്റെടുക്കുകയും മറുഭാഗം വേറെ പള്ളികൾ നിർമ്മിക്കുകയും ചെയ്തു. ഇതനുസരിച്ച് മാർ സാഫോർ, മാർ അഫ്രോത്ത് പിതാക്കന്മാർ സ്ഥാപിച്ച അകപ്പറമ്പ് പഴയ പള്ളി അന്ത്യോക്യ വിശ്വാസികൾ ഏറ്റെടുത്തപ്പോൾ സമീപമായി അതേ മാതൃകയിൽ ലത്തീൻ വിശ്വാസികൾ ഒരു പുതിയ പള്ളി നിർമ്മിച്ചു. അതുപോലെ അങ്കമാലി പഴയ പള്ളി ലത്തീൻ വിശ്വാസികൾ ഏറ്റെടുത്തപ്പോൾ അതേ മാതൃകയിൽ അന്ത്യോക്യ വിശ്വാസികൾ ഒരു പുതിയ പള്ളി നിർമ്മിച്ചു. കൂനൻകുരിശ് സത്യത്തിന് നേതൃത്വം കൊടുത്ത ആഞ്ഞിലിമൂട്ടിൽ ഇട്ടിത്തൊമ്മൻ കത്തനാരെ ചെങ്ങന്നൂരിനടുത്തുള്ള കല്ലിശ്ശേരി ക്നാനായ പള്ളിയിലാണ് കബറടക്കിയത്. ഈ പള്ളിയിൽ ക്നായി തോമ കൊണ്ടുവന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു ചിത്രവും വഴിപാടെണ്ണ സംഭരിക്കുവാനുള്ള നൂറ്റാണ്ടുകൾ പഴക്കം ചെന്ന ഒരു ചീനഭരണിയും സൂക്ഷിച്ചിട്ടുണ്ട്. 1665 യെരുശലേമിലെ അബ്ദുൾ ജലീൽ മാർ ഗ്രിഗോറിയോസ് ബാവ ഡച്ചുകാരുടെ ആധിപത്യകാലത്ത് അന്ത്യോഖ്യയിലെ പാത്രിയാർക്കീസ് ബാവ നിയോഗിച്ചതനുസരിച്ച് മലങ്കരയിൽ എത്തിച്ചേർന്നു. പരിശുദ്ധ പിതാവ് ഉദയം പേരൂർ സുന്നഹദോസിന് ശേഷം നഷ്ടപ്പെട്ടുപോയ സുറിയാനിയിലുള്ള ആരാധനാക്രമങ്ങൾ വീണ്ടും ലഭ്യമാക്കി. പരിശുദ്ധ പിതാവ് കാലം ചെയ്ത് വടക്കൻ പറവൂർ പള്ളിയിൽ കബറടക്കപ്പെട്ടു. ഈ പിതാവിന്റെ ഓർമ്മ എല്ലാ വർഷവും ഏപ്രിൽ 26-നും 27-നും കൊണ്ടാടി വരുന്നു. പെരുന്നാൾ ദിവസം വന്നുചേരുന്ന 10,000-കണക്കിന് വിശ്വാസികൾക്ക് പള്ളിയിൽ നിന്നും നേർച്ച സദ്യ കൊടുക്കുന്ന പതിവ് നൂറ്റാണ്ടുകളായി തുടർന്നു പോരുന്നു. പിതാവ് ഉപയോഗിച്ചിരുന്നതും ജെറൂസലേമിൽ നിന്നും കൊണ്ടുവന്നതുമായ കാസാക്കൂട്ടം, സ്ലീബ, അംശവസ്ത്രം ഇവയെല്ലാം തന്നെ ഭക്ത്യാദരപൂർവം ഈ പള്ളിയിൽ സൂക്ഷിച്ചു പോരുന്നു. തോമ അർക്കദിയാക്കോനെ 1-ാം മാർത്തോമ എന്ന പേരിൽ മെത്രാപ്പൊലിത്തയായി വാഴിച്ചതും മാർ ഗ്രിഗോറിയോസ് ബാവയാണ്. 1-ാം മാർത്തോമ കാലം ചെയ്ത് അങ്കമാലി പള്ളിയിൽ കബറടക്കപ്പെട്ടു. അങ്കമാലി പട്ടണത്തിന് സമീപമുള്ള ഈ പള്ളിയിലെ പുരാതന ചുമർചിത്രങ്ങളായ സ്വർഗം, നരകം, ആദാമും ഹവ്വയും തുടങ്ങിയവ വളരെ കൗതുകമേറിയതാണ്. ഇറാഖിലെ ബക്ദൈദ ഗ്രാമത്തിൽ ജനിച്ച മഹാപരിശുദ്ധനായ എൽദോ മാർ ബസേലിയോസ് മപ്രിയാന തന്റെ 92-ാമത്തെ വയസ്സിൽ പരിശുദ്ധ അന്ത്യോക്യ പാത്രിയാർക്കീസ് ബാവയുടെ കൽപ്പനപ്രകാരം 1685-ൽ പരിവാര സമേതം തലശ്ശേരി തുറമുഖത്ത് കപ്പലിറങ്ങി. പോർച്ചുഗീസുകാരെ ഭയന്ന് അവർ പശ്ചിമഘട്ടത്തിലെ ഘോരവനങ്ങളിൽ കൂടി കാൽനടയായി യാത്ര ചെയ്തെങ്കിലും ദൈവിക ഉദ്ദേശം നിറവേറ്റപ്പെടുവാൻ പരിശുദ്ധ ബാവയും ഹിദായത്തുള്ള റംബാനും മാത്രമേ കോതമംഗലത്ത് എത്തിച്ചേർന്നുള്ളൂ. കോതമംഗലത്തെത്തി 13-ാം ദിവസം ആ മഹാസിദ്ധൻ കാലം ചെയ്യുകയും മാർത്തോമൻ പള്ളിയിലെ വിശുദ്ധ മദ്ബഹയിൽ കബറടക്കപ്പെടുകയും ചെയ്തു. പരിശുദ്ധ പിതാവ് കാലം ചെയ്തതിന്റെ ഓർമ്മയ്ക്കായി കോതമംഗലം ചെറിയ പള്ളിയിൽ ആണ്ടുതോറും 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പെരുന്നാൾ ആഘോഷിച്ചു വരുന്നു. ഇതിൽ ഒക്ടോബർ 2-ഉം 3-ഉം പ്രധാന പെരുന്നാൾ ദിവസങ്ങളാണ്. പരിശുദ്ധ ബാവ മരണാസന്നനായപ്പോൾ പ്രവചിച്ചതനുസരിച്ച് പള്ളിയുടെ പടിഞ്ഞാറ് വശത്തെ കുരിശിൽ ഭക്തജനങ്ങൾ ഒരു ദിവ്യപ്രകാശം ദർശിച്ചതായും തലമുറകളായി വിശ്വസിച്ചു പോരുന്നു. പരിശുദ്ധ ബാവ കാൽനടയായി വന്നു ചേർന്നതിനെ ഓർമ്മിപ്പിക്കുമാറ്